സ്റ്റാൻലി സെബാസ്റ്റ്യൻ സർ, നമസ്കാരം. വെൽക്കം. വൺ മോർ ഈവനിങ് വിത്ത് യു. ഇന്ന് വെൽക്കം. ഇന്ന് സാറുമായിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, സാറുമായിട്ട് ഏത് വിഷയവും സംസാരിക്കുന്നത് വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമാണ്. കാരണം അങ്ങയുടെ കീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ, ക്ലിയർ കട്ട് ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് ഷാർപ്പ് കമന്റ്സ്. എനിവേ, സന്തോഷം. അപ്പൊ ഇന്നത്തെ ഒരു വിഷയം ഞാൻ സംസാരിക്കാൻ സാറിനോട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ മലയാളത്തിലെ ഒരു പുതിയ ചർച്ചാ വിഷയമായി വരികയാണ്. വെള്ളാപ്പള്ളി ഒരു കാലത്ത് ഇടതുപക്ഷ വൃത്തങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. നവോത്ഥാന സമിതി പിണറായി വിജയൻ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പിൽക്കാലത്ത് അതേ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി അധ്യക്ഷനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാതെ കടിച്ചു കീറി പൊരുതിക്കൊണ്ടിരുന്നു. വെള്ളാപ്പള്ളിയുടെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളി സംഘപരിവാറിന്റെ വലിയ പോരാളിയായി അതേ സമയത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഭാര്യയും NDAയുടെ വലിയ പ്രചാരകയായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ഒരു പുതിയ സംഭവവികാസം, ഈ ആഴ്ചയിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്, വെള്ളാപ്പള്ളിയെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ നവോത്ഥാന സമിതിയിൽ നിന്ന് ആദ്യം മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ സാറ് രാജിവെച്ചു പോയി. അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി മുസ്ലിം സമുദായം അനാവശ്യമായി ആനുകൂല്യങ്ങൾ നേടുന്നു, മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടതിലേറെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ഈഴവ സമുദായം വലിയ തോതിൽ സഫർ ചെയ്യുന്നു എന്ന വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹുസൈൻ മടവൂര് പോയത്. അതിനെ തുടർന്ന് പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും സമസ്തയും വെള്ളാപ്പള്ളി നടേശനെതിരായി ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ച മട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി വേഴ്സസ് ഈഴവ കമ്മ്യൂണിറ്റി എന്നൊരു ചിത്രമാണോ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ സാർ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളിയുടെ പുതിയ അവസ്ഥാന്തരങ്ങളെ കാണുന്നത്? ഇതൊരു വളരെ കോംപ്ലക്സ് ആണ്. അതേ സമയത്ത് ഇത് ലോങ് ടൈം ആയിട്ട് നിലനിൽക്കുന്ന ഒരു അനോമാലിയാണ്. ഇവിടെ നവോത്ഥാനം നടപ്പിലാക്കിയത് പിണറായിയും വെള്ളാപ്പള്ളിയും ഒന്നുമല്ല, അത് ഡോക്ടർ അംബേദ്കർ ആണ്. സംവരണത്തിലൂടെ ഡോക്ടർ അംബേദ്കർ ആണ് നവോത്ഥാനം നടപ്പിലാക്കിയത്. ഗാന്ധിജിയും കോൺഗ്രസും സംവരണത്തെ എതിർത്തു. അംബേദ്കർ പിടിച്ച പിടിയാലെ സംവരണം വാങ്ങിച്ചു. അതിനുശേഷം അത് SC/ST ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം. അപ്പൊ കാലം മുന്നോട്ട് ചെന്നപ്പം OBC അല്ലെങ്കിൽ മറ്റു പിന്നോക്ക വിഭാഗക്കാര്, BC ബാക്ക്വേർഡ് ക്ലാസസ്, ഇവർക്കും SC/STക്ക് തുല്യമായ സംവരണം വേണമെന്നുള്ള ഡിമാൻഡ് വരികയും മണ്ഡൽ കമ്മീഷൻ വരികയും അത് 87 VP സിംഗ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് അത് 93 നരസിംഹറാവു ഗവൺമെന്റ് നിയമമാക്കുകയും ചെയ്തു. 91 92 നിയമമാക്കുന്നു. അപ്പൊ അതിനകത്ത് സംഭവിച്ചത്, കേരളത്തിലെ പിന്നോക്കക്കാർ, അതായത് ഈഴവരടക്കമുള്ള ഹിന്ദു പിന്നോക്കക്കാർക്ക്, ഇന്ത്യയിൽ എല്ലാവർക്കും, കാരണം വിദേശ മതങ്ങൾക്ക് ജാതിയില്ല, ക്രിസ്ത്യൻ, മുസ്ലിം, കമ്മ്യൂണിസ്റ്റ്, ഈ 3 വിദേശ മതങ്ങൾക്കും ജാതി ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നതും അവരിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരാൾ മുസ്ലിം ആവുകയോ ക്രിസ്ത്യാനി ആവുകയോ കമ്മ്യൂണിസ്റ്റ് ആവുകയോ ചെയ്താൽ ജാതി ഇല്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജാതി സംവരണം ഇന്ത്യയിലുള്ളത് അംബേദ്കർ കൊണ്ടുവന്നത് ജാതി സംവരണമാണ്, മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നതും ജാതി സംവരണം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്ത് ഈ ജാതി സംവരണത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റിനും ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കും അർഹതയില്ല. പക്ഷേ കേരളത്തിൽ കിട്ടിയ 27% ജാതി സംവരണത്തിൽ ഹിന്ദുക്കൾ, അതായത് ഈഴവരടക്കമുള്ള ഹിന്ദുക്കൾ മൃഗീയമായി വഞ്ചിക്കപ്പെട്ടു. ആദ്യം തന്നെ 12% മുസ്ലിം കൊണ്ടുപോയി, പിന്നെ ഒരു 2-3% ക്രിസ്ത്യൻ പിന്നോക്കക്കാർ, അതായത് ലത്തീൻ, CSI, മറ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ളവർ അവർ കൊണ്ടുപോയി. അപ്പൊ അവസാനം ഹിന്ദുവിന് 27%ത്തിൽ ആകെ കിട്ടിയത് 12% കഷ്ടി മുഷ്ടി കിട്ടിയത്. അതിൽ തന്നെ ഈഴവരടക്കമുള്ള ഏതാണ്ട് 10-80 ജാതികളുണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ 30 വർഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു പിന്നോക്ക നേതാവ് ഇതേപ്പറ്റി പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഈ ക്ലബ് ഹൗസും മറ്റ് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത് പൊക്കി, ഇങ്ങനെ ഒരു അനോമാലി ഉണ്ട്, ഇങ്ങനെ ഒരു അനോമാലി കേരളത്തിലുണ്ട്, ഇങ്ങനെ ഒരു അന്യായം ഹിന്ദുക്കളുടെ മേൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇവിടുള്ള ക്രിസംഖികളാണ്. അതിന് ഒരു കാരണമുണ്ട്. അതായത് ഇങ്ങനെ ഇവിടുത്തെ ഹിന്ദുക്കളുടെ നേതാക്കന്മാർ ഭയന്നിരിക്കുകയായിരുന്നു ഇതേപ്പറ്റി പറയാൻ. ഈ വെള്ളാപ്പള്ളി അടക്കമുള്ള ആൾക്കാരും. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവത്തെയൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. തുഷാർജി ആണെന്നുണ്ടെങ്കിലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണ്. പക്ഷെ കേരളത്തിലെ ഇടതു വലതു മീഡിയ എക്കോ സിസ്റ്റത്തിന്റെ മുകളിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സൈലൻസിലായിരുന്നു.
ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് അമ്പലങ്ങളെ തകർക്കാനും ആചാരങ്ങളെ തകർക്കാനും അനുഷ്ഠാനങ്ങളെ തകർക്കാനുമുള്ള ഒരു പരിപാടി ഇടതന്മാർ കൊണ്ടുവരികയും എന്ത് നവോത്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മടവൂരും ഈ പറഞ്ഞ ആൾക്കാർക്കും എന്ത് നവോത്ഥാനമാണ്? ഇതിനകത്ത് ബൈബിളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം കണ്ണിലെ തടി എടുത്തിട്ട് ബാക്കിയുള്ളവന്റെ കണ്ണിലെ കറണ്ടെടുക്കാൻ പോവുക. സ്വന്തം സമുദായത്തിൽ ഈ പറയുന്ന മടവൂരിനോ ഈ പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു നവോത്ഥാനം ഉണ്ടാക്കാൻ പറ്റുമോ? കൈയും തലയും കാലും എല്ലാം പോകും. അപ്പൊ അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അല്ല സാർ, നവോത്ഥാനം എന്ന് പറയുന്നതിനെ ഒരു ഒറ്റ സെക്കൻഡ് സാർ, നവോത്ഥാനം എന്ന് പറയുന്നതിനെ നമ്മൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടാൽ മതിയോ? ഓരോ സമുദായത്തിനകത്തും നടന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ അല്ലേ കേരളീയ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണല്ലോ മന്നത്ത് പത്മനാഭനും ഈ അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഉൾപ്പെടെയാണോ ഈ ഹിന്ദു സമൂഹത്തിനകത്ത് നവോത്ഥാനം ഉണ്ടാക്കിയത്? ഇപ്പൊ ഈ ഹുസൈൻ മടവൂരിന്റെ പ്രസ്ഥാനം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാണ് മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം ഉണ്ടാക്കിയത്. ആ അർത്ഥത്തിലാണ് അവരെ കൂടി ചേർത്തൊരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇതിൻ്റെ അകത്ത് കയറിയ ആൾക്കാർക്ക് ആർക്കും ഇപ്പൊ ശ്രീനാരായണ ഗുരു എടുത്ത പോലെ ഒരു പരസ്യ നിലപാടൊന്നും എടുക്കാനൊന്നും ആർജവമുള്ള ഒരൊറ്റ ഒരാൾ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂള്, മദ്രസയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂള്, ഇനി ഏറ്റവും കൂടിയാൽ ഇന്ദിരാഭവനിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂള് പത്രത്തിൽ വന്ന് അടിക്കൂ എന്നുള്ളതല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു ഐഡിയോളജിയോ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടോ ഇല്ലാത്തവരാണ് ഈ നവോത്ഥാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അത് പൊളിഞ്ഞു പാളീസായി പോയി ആ പരിപാടി. അത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയില്ല. കൂട്ടത്തിൽ എനിക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ സമുദായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെയൊക്കെ പേരും അവരൊന്നും വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ പോയി. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയത് വെച്ചാണെങ്കിൽ പുലിക്കുന്നേൽ സാറ് തൊട്ട് ഫാദർ സെബാസ്റ്റ്യൻ കാപ്പൻ, ഈ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ മേരി റോയി, ഈ പൗലോസ് മാർ പൗലോസ്, അങ്ങനെ ഒരുപാട് പേര് ആ പട്ടികയിൽ വരുന്നവരല്ലേ? അവരൊന്നും പരാമർശിക്കപ്പെടാത്തത് എന്തുകൊണ്ടാവും? പറയാം. ഇതിന്റെ അകത്ത് പരിഷ്കർത്താക്കളും ഉണ്ട്, റിബൽസും ഉണ്ട്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പുരോഗമനമാണ് നവോത്ഥാനം, ഡിസ്ട്രക്ഷൻ അല്ല. ഏതെങ്കിലും ഒരു സമുദായത്തിൽ ആറ്റം ബോംബ് ഇടുന്നതല്ല. ആറ്റം ബോംബ് ഇടുന്നതോ അവിടെ വിസർജിച്ച് വെക്കുന്നതോ അല്ല നവോത്ഥാനം. കേരളത്തിൽ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് കെട്ടി എഴുന്നള്ളിച്ച പലരും സ്വന്തം ഇരിപ്പിടത്തിൽ വിസർജിച്ച് വെച്ച ആൾക്കാരെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നവോത്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ ആണ്, മാതാ അമൃതാനന്ദമയി നടത്തുന്നത് നവോത്ഥാനമാണ്, ചാവറയച്ചൻ നടത്തുന്നത് നവോത്ഥാനമാണ്. അങ്ങനെ പുണ്യാത്മാക്കൾ ഒത്തിരി ആൾക്കാര് ഈ കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ ആചാര്യൻ ചെയ്തിട്ടുണ്ട്, അയ്യങ്കാളി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും നശിപ്പിക്കുകയല്ല ചെയ്ത്, പുതിയതായിട്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് സ്കൂളായിട്ടോ ആശുപത്രി ആയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു നിയമമായിട്ടോ അങ്ങനെ ഒരു അനാചാരങ്ങൾ മാറ്റും. ആ രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത്. മറിച്ച് അതിന്റെ തുടർച്ചയിലാണോ വെള്ളാപ്പള്ളിയുടെ ഒരു സ്ഥാനം അങ്ങയുടെ നോട്ടത്തിൽ? അല്ല, വെള്ളാപ്പള്ളി പോസിറ്റീവ് ആണ്. പിണറായി പോസിറ്റീവ് ആണ്. പിണറായി വിജയന്റെ കൂടെ കൂടുന്നിടം വരെ പോസിറ്റീവ് ആയിരുന്നു പുള്ളി. അദ്ദേഹത്തിന് ഈ 2016 പുള്ളി കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ, അതായത് മീൻസ് പിണറായി വിജയന്റെ കൂടെ കൂടിയതാണ് പുള്ളിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ കാരണം. നിങ്ങൾ 2016 വരെ എടുത്തു നോക്കിയാൽ വെള്ളാപ്പള്ളി പോസിറ്റീവ് ആണ്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല 2016 വരെ. അദ്ദേഹം പോയി ഈ പിണറായിയുടെ കൂടെ കൂടിയതാണ് ഈ 8 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇമേജ് തകരാറിലാകാൻ കാരണം. അത് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ മകനാണ് ശരി അല്ലെങ്കിൽ ഭാര്യയാണ് ശരി എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അദ്ദേഹം അതിലേക്ക് വരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അദ്ദേഹം വേറെ എങ്ങോട്ടും പോയിട്ടില്ല. SNDP യോഗം ഇവിടെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. അവര് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. തുഷാറിന്റെ മാതാശ്രീയുമാണ് ശരി എന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് വന്നു. അത്രേ ഉള്ളൂ. അതിന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അങ്ങനെ പറഞ്ഞില്ലല്ലോ സാർ. അത് മോന്റെയും ഭാര്യയുടെയും സ്വാതന്ത്ര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. എനിക്ക് അവരെ വിവാഹമോചനം നടത്താൻ പറ്റുമോ, ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം അവരുടെ വഴിയിലാണ് ഇപ്പൊ. അതിനകത്ത് ഒരു തർക്കമില്ല. അവരുടെ വഴിയിലാണ്. അതല്ലാതെ ഒരു വഴി ഇല്ലതാനും. തികഞ്ഞ ആധികാരികതയോടെയാണ് സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാർ പറയുന്നത് ഞാൻ കരുതട്ടെ. നമുക്ക് അങ്ങനെ അനൗൺസ് ചെയ്യാവോ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇതാ കൃത്യമായി NDA മുന്നണിയോട് അനുഭാവം പുലർത്തുന്നു SNDP യോഗം എന്നാണോ നമ്മൾ നിരീക്ഷിക്കേണ്ടത്? അല്ല, ഞാൻ എപ്പോഴും കുടുംബം ഒന്നിച്ച് നിൽക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് നിൽക്കണം. അതാണ് നല്ല ഒരു കുടുംബത്തെ പ്രൊട്ടക്ട് ദ ഫാമിലി. അപ്പൊ അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹിന്ദുത്വമാണ്. ഹിന്ദു ഫാമിലിയാണ്. ഒരു ഹിന്ദു ഫാമിലി ഡിവൈഡ് ആകാൻ സമ്മതിക്കത്തില്ല. കാരണം ഹിന്ദു ഫാമിലിയാണ് ഇന്ത്യയുടെ, ഹിന്ദു ഫാമിലികൾ ചേരുന്നതാണ് ഈ രാഷ്ട്രം. ഫാമിലികളാണ് രാഷ്ട്രത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഫാമിലിയിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്.
3 പേർക്ക് ഒരേ അഭിപ്രായം ഉണ്ടാകട്ടെ, അതിനെന്താ കുഴപ്പം? ഇവിടെ മറ്റു മുന്നണികൾ ശ്രമിക്കുന്നത് ഇവരെ ഭിന്നിപ്പിക്കാനാണ്, ഞങ്ങൾ ശ്രമിക്കുന്നത് ഇവരെ ഒന്നിപ്പിക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഒന്നിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്നു, അവരെ മറ്റേ ആക്രമണത്തിൽ നിന്നും ഇപ്പൊ രക്ഷിക്കുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് വൈ കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്, അതറിയോ? അദ്ദേഹത്തിനും വീട്ടുകാർക്കും വൈ കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അദ്ദേഹത്തെ കൈവിട്ടിരുന്നെങ്കിൽ പ്രോബബ്ലി അദ്ദേഹത്തിനെതിരെ അക്രമം ഉണ്ടാകുമായിരുന്നു. ജോസഫ് സാറിനൊക്കെ എതിരെ ഉണ്ടായ പോലെ അക്രമം ഉണ്ടാകുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കേന്ദ്രം സംരക്ഷിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യകതയും കേന്ദ്രം മനസ്സിൽ കാണുന്നുണ്ട്. അല്ലാണ്ട് അതൊരു ചുമ്മാ അല്ല. പിണറായിക്ക് കേന്ദ്രം സംരക്ഷിച്ചില്ലെങ്കിൽ പിണറായിക്കും സംരക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാ സംരക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിലെ സിറ്റുവേഷൻ അത്ര ഭദ്രമൊന്നുമല്ല. അതായത് ഈ ജിഹാദികളെ ഈ 10-75 വർഷം കാണിച്ചു കൂട്ടിയ അന്യായങ്ങള് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് അങ്ങനെ അവരങ്ങ് ഇവിടത്തൊന്നുമില്ല. കാരണം ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഒരാൾ മാത്രമല്ല, ഈ ഹിന്ദു സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊള്ളയടിച്ചതിൽ ജിഹാദിയും ഇവാഞ്ചലിസ്റ്റും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തുല്യമായിട്ട് റെസ്പോൺസിബിൾ ആണ്. അല്ലാതെ ഒരാൾ മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് കുറ്റം പറയത്തില്ല. പിന്നെ ഇതിന്റെ മേജർ ഷെയർ കിട്ടിയത് മുസ്ലിം ലീഗിന് കഴിവുണ്ടായിരുന്നുകൊണ്ട് അവർ ഇതിന്റെ മേജർ ഷെയർ, സിംഹഭാഗം അവരടിച്ചെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ 27% മണ്ഡൽ റിസർവേഷനിൽ പ്രാക്ടീസിങ് ഹിന്ദു സനാതനി അല്ലാത്ത ഒരാൾക്കും ഒരവകാശവും ഇല്ല. അത് മണ്ഡൽ കൊണ്ടത് SC/ST അവകാശമാണെങ്കിലും OBCയുടെ അവകാശമാണെങ്കിലും പ്രാക്ടീസിങ് സനാതനി, ഹിന്ദു, സിഖ്, ബുദ്ധൻ, ജൈനൻ, അവരാണ് പ്രാക്ടീസിങ് ആയിട്ടുള്ള സനാതനികൾ. അവർക്ക് മാത്രമേ ഈ അംബേദ്കർ കൊണ്ടുവന്ന റിസർവേഷനിലും മണ്ഡൽ കൊണ്ടുവന്ന റിസർവേഷനിലും അർഹതയുള്ളൂ. പക്ഷേ വരട്ട് ന്യായങ്ങളും വ്യാജ ക്വാസി ജുഡീഷ്യൽ റിപ്പോർട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പലരും ഇതിന്റെ അകത്ത് ഞങ്ങളും പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്കും ഈ ആനുകൂല്യം വേണമെന്ന് പറഞ്ഞ് തുറന്നു കയറുകയും ഇതിന്റെ യഥാർത്ഥ അവകാശികളെ പുറന്തള്ളുകയും ചെയ്തു. അല്ലെ, അവർക്ക് കിട്ടാത്ത ഒരു സംവിധാനം അവരുണ്ടാക്കി. ഇതാണ് സംഭവിച്ചത്. അല്ല സാർ, ഈ ഒരു ഒറ്റ സെക്കൻഡ് സാർ, ഈ സംവരണം എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷന്റെ ഒക്കെ ഒരു നിർവചന പ്രകാരം പിന്നോക്ക വിഭാഗങ്ങൾ എന്നാണല്ലോ, ബാക്ക്വേർഡ് ക്ലാസസ് ആണല്ലോ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജാതികളുണ്ട്, തീർച്ചയായിട്ടും ഹിന്ദു മതത്തിലെ ജാതികളുണ്ട്, അല്ലാത്ത മതസമുദായ വിഭാഗങ്ങളുണ്ട്. ബാക്ക്വേർഡ്, ഇപ്പോ ഇവിടുത്തെ പട്ടികജാതിക്കാരെക്കാൾ പിന്നോക്കാവസ്ഥയിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് മണ്ഡൽ കമ്മീഷൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ സംവരണം അല്ല, മണ്ഡൽ കമ്മീഷൻ അല്ല പറഞ്ഞത്. മണ്ഡൽ കമ്മീഷൻ വന്നു കഴിഞ്ഞിട്ട് 2-3 റിട്ടയർഡ് ജഡ്ജിമാരെ ചക്രമൊക്കെ കൊടുത്ത് ചില റിപ്പോർട്ട് എഴുതി കൊടുത്ത് അവരുടെ വായിൽ കൂടെ അത് പൈപ്പ് ചെയ്ത് വിട്ടു. അതായത് റിട്ടയർഡ് ചെയ്ത ജഡ്ജിയോട്, ജഡ്ജി ചേട്ടനെ ഞാൻ കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്യാം, ചേട്ടൻ ഈ റിപ്പോർട്ടെല്ലാം ഒന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ജഡ്ജി ചേട്ടനെ കൊണ്ട്, റിട്ടയർ ചെയ്ത ജഡ്ജി ചേട്ടനെ കൊണ്ട് കുറെ വ്യാജ റിപ്പോർട്ടുകളൊക്കെ ഇവര് സൈൻ ചെയ്യിപ്പിച്ചെടുത്തു. അതിന് അനുകൂലമായ ഡോക്യുമെന്റേഷൻ നടത്തി. തീർച്ചയായിട്ടും താല്പര്യം അതായത് കോൺഗ്രസിന് കൃത്യമായിട്ട് ഈ SC/ST OBC, കോൺഗ്രസ് 1945 തുടങ്ങി സംവരണത്തിനെതിരാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഒരു കണ്ടീഷൻ ആയിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സംവരണം വേണമെന്നായിരുന്നു അംബേദ്കറുടെ ഡിമാൻഡ്. ഈ അംബേദ്കറിനെ സ്വാതന്ത്ര്യത്തിന് മുമ്പും കോൺഗ്രസ് എടുത്തിരുന്നു. സംവരണം കൊടുക്കാൻ നെഹ്റുവും ഗാന്ധിയും തയ്യാറായിരുന്നില്ല. അംബേദ്കർ ബലമായിട്ട് ഇത് വാങ്ങിക്കുകയാണ് ചെയ്തത്. അത് കാശ്മീരിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവിടെ 370 ഉണ്ടാക്കിയത്. 370 എന്തിനാ ഉണ്ടാക്കിയത്? അവിടെ സംവരണം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ സംവരണം ഇല്ലായിരുന്നു, SC/ST OBC സംവരണം ഒന്നും ഇല്ലായിരുന്നു കാശ്മീരില്. ഈ 370 ഇതിനെ മാറ്റി നിർത്തിയത് ഈ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള സംവരണം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കാനും കൂടെ വേണ്ടിയാണ്. ഇപ്പൊ അവിടെ സംവരണം ഉണ്ട്. ഇപ്പൊ കാശ്മീരിൽ സംവരണം വന്നു 2019 തുടങ്ങി. അപ്പൊ അത് കേരളത്തിൽ ഇത് കേരളമാണെന്ന് പറഞ്ഞ അത് കേരളത്തിൽ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളും പാവപ്പെട്ടവരാന്ന് ഒരു കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ് ഒരു ജഡ്ജിയെ കൊണ്ട് ഒരു കുഞ്ഞ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിച്ച് അത് പാർലമെന്റിൽ അംഗീകരിപ്പിച്ച് ഇവരെല്ലാം കൂടി ഇടിച്ചങ്ങ് കയറി. അതായത് ലത്തീൻ CSI ക്രിസ്ത്യാനി മുസ്ലിം അങ്ങനെ എല്ലാവരും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇറച്ചി കയറിയപ്പം പാവം ഹിന്ദുവിന് കിട്ടേണ്ട സംവരണം ഇല്ലാണ്ടായിപ്പോയി. ഇത് സത്യം പറഞ്ഞാൽ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് അതിൽ കൂടിയാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്ന് വെള്ളാപ്പള്ളി അതിന് കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ എടുത്തു. അതായത് ഈ 27% സംവരണവും ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് അത് പാർലമെന്റിലും അത് വരും ഇനി ചർച്ചയ്ക്ക്. അതിന്റെ അർഹത ഇവിടുത്തെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ജാതി സംവരണം എല്ലാം ജാതി അടിസ്ഥാനത്തിലാണ്. ഈ ജാതിയെയാണ് പിന്നെ വക്രിപ്പിച്ച് ക്ലാസ് ആണ്, സമൂഹമാണ്, കമ്മ്യൂണിറ്റിയാണ്, മതമാണ്, രാഷ്ട്രീയ പാർട്ടിയാന്നൊക്കെ പിന്നെ കൊണ്ടുവന്ന നിർവചനങ്ങളാണ്. ഇത് കൊണ്ടുവരുമ്പോൾ ഒറ്റ നിർവചനമേ ഉള്ളൂ, ജാതിയിനാൽ. അതിൻ്റെ അകത്ത് ഈ സംവരണം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം പൈസയോ ജോലിയോ അല്ല, സോഷ്യൽ സ്റ്റാറ്റസ്, വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ എന്താ ഉച്ചനീചത്വം, ജാതീയമായ ഉച്ചനീചത്വം അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് സംവരണം കൊടുക്കുന്നത്. ഫൈനാൻസ് മാത്രമല്ല അതിന്റെ ക്രൈറ്റീരിയ. ഫൈനാൻസിന് ഗവൺമെന്റ് അതിന് EWS കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ഉള്ളവർക്ക് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി EWS ഓൾറെഡി ഉണ്ട്. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാല് ഞാൻ അതിന്റെ അങ്ങനെ വരുമ്പോ സാറേ ഈ ഒരു ക്ലാരിറ്റി കൂടി, ഇപ്പൊ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ചില സമുദായങ്ങൾ ഈ സംവരണ സമുദായങ്ങളായിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു മാനദണ്ഡം എന്താ? ഒരു മാനദണ്ഡവും ഇല്ല, കള്ളത്തരം. അല്ലാണ്ട് എന്തോന്ന്, ക്രിസ്ത്യൻ സമുദായത്തിൽ ജാതി ഇല്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ ജാതി ഇല്ല. എവിടെയെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ജാതി ഉണ്ടോ? പിന്നെ എങ്ങനെ ഇവിടെ ജാതി? അപ്പൊ ഇതിന്റെ പരിപാടി എന്താന്ന് ചോദിച്ചാൽ, കുറെ കമ്മ്യൂണിറ്റികൾ വെറുതെ അയ്യോ ഞങ്ങൾ പാവോ, ഞങ്ങൾ താഴ്ന്ന ജാതിയാണ്, ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വ്യാജമായ ഫേക്ക് വിക്ടിം ക്രൈ ക്രിയേറ്റ് ചെയ്താണ് ഈ സംവരണം മേടിച്ചെടുത്തിരിക്കുന്നത്. ഹിന്ദുക്കളിൽ മാത്രമേ ജാതിയുള്ളൂ, ഹിന്ദുക്കൾക്ക് മാത്രമേ സത്യസന്ധമായിട്ട് സംവരണത്തിന് അർഹതയുള്ളൂ. ബാക്കിയുള്ളവരാരെങ്കിലും മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും ഫോറിൻ റിലീജിയൻ സംവരണത്തിന്റെ ആനുകൂല്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരത്തിലൂടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, അല്ലാണ്ട് അത് സത്യസന്ധമായിട്ടല്ല. അല്ല സാർ, ഇത് പറഞ്ഞു വരുമ്പോ ഈ സംവരണത്തിന്റെ ഒരു ദാർശനിക വശം പറയുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സഹസ്രാബ്ദങ്ങളായിട്ട് ഇന്ത്യയിലെ ഹിന്ദു സമൂഹം അതിന്റെ താണജാതിയിൽപ്പെട്ട മനുഷ്യരോട്, അവർണ ജനവിഭാഗങ്ങളോട് കാണിച്ച അതിക്രമത്തിന്റെ പ്രായശ്ചിത്തമാണ് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ സാറ് പറയുന്നതിന് കുറെ കൂടി ക്ലാരിറ്റി വരുന്നുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഹിന്ദു സമൂഹം മാത്രമേ അത് അനുഷ്ഠിച്ചിട്ടുള്ളൂ, ആ കുറ്റം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിലെ ഈ ബാക്ക്വേർഡ് ക്ലാസ്സിന് മാത്രമേ സംവരണത്തിന് അർഹതയുള്ളൂ എന്നാണ് സാർ ആറ് ശക്തമായിട്ട് വാദിക്കുന്നത്. ഞാൻ വാദിച്ചതല്ല, അംബേദ്കർ വാദിച്ചതാ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല ഇത്. ഞാൻ കോട്ട് ചെയ്ത് അംബേദ്കർ ഗാന്ധിയോടും നെഹ്റുവിനോടും മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും പല തെറ്റുകളും എല്ലാം വരും. അപ്പൊ നമ്മൾ രാജഭരണത്തിൽ നിന്നും മറ്റു ഭരണത്തിൽ നിന്നും ഡെമോക്രസിയിലോട്ട് മാറുമ്പോൾ ഇക്വാലിറ്റി വേണമെന്നുള്ള കൺസെപ്റ്റിലാണ് അംബേദ്കർ അത് കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു റിസർവേഷൻ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ആൾക്കാർക്ക് ഡോക്ടറോ എഞ്ചിനീയറോ മന്ത്രിയോ MPയോ MLAയോ ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും എല്ലാം സംവരണം വേണമെന്ന് പറഞ്ഞ് മേടിച്ചെടുത്തു. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ അവര് ഒരാൾക്കാരെ കൂടെ ഇതിന് കണ്ടെത്തി, അതാണ് ബാക്ക്വേർഡ് ക്ലാസ് ഹിന്ദു. അതിൽ ഈഴവരും മറ്റു പിന്നോക്ക ഹിന്ദുക്കളും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് ലത്തീൻ CSI മുസ്ലിം എങ്ങനെ കയറിപ്പറ്റി എന്നുള്ളത് ബാക്ക്ഡോർ എൻട്രി ആണ്. ലീഗലൈസ്ഡ് ബാക്ക്ഡോർ എൻട്രി, അതാണ് അതിന്റെ കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ളത്. ലീഗലൈസ്ഡ് ബാക്ക്ഡോർ എൻട്രി. തീർച്ചയായിട്ടും ഡിബേറ്റ് വരട്ടെ. എനിക്ക് തോന്നുന്നു സാർ, എത്രയോ കാലമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ സംവരണ സംബന്ധിയായ ഡിബേറ്റ്സ് രണ്ട് ഫേസ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അതായത് കമ്മ്യൂണൽ റിസർവേഷൻ വേണം, ജാതി സമുദായ സംവരണം വേണമോ, അതല്ല സാമ്പത്തിക സംവരണം വേണമോ എന്നതായിരുന്നു ഡിസ്കോഴ്സ്. ഇപ്പോ നമ്മൾ മാത്രമല്ല, സാറ് പറഞ്ഞ പോലെ അംബേദ്കറുടെ ഒരു പുതിയ വെർഷൻ, അല്ലെങ്കിൽ അംബേദ്കർക്ക് കിട്ടുന്ന ഒരു പുതിയ ഇമ്പോർട്ടൻസ്, ഒരു പുതിയ ഫോക്കസ് വെച്ച് സംവരണത്തിന്റെ ഒരു പുതിയ ഡിസ്കോഴ്സ് ആരംഭിക്കുകയാണ്. അത് സാറ് പറയുന്നത് സാമുദായികമായ ജാതീയമായ സംവരണം വേണം, സാമുദായികമായ സംവരണമല്ല. അത് വേണ്ടത് സമ്പൂർണമായും ഹിന്ദു സമൂഹത്തിലെ അവർണ ജാതിക്കാർക്കാണ്. മറ്റൊരു ജാതിക്കും ഒരു സമുദായത്തിനും പിന്നോക്കാവസ്ഥയുടെ പേരിൽ സംവരണം പാടില്ല എന്നൊരു വാദം വരും. പ്ലസ് സാമ്പത്തിക സംവരണം എന്ന ഒരു വാദം അപ്പുറത്ത് സമാന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ സാർ. അപ്പൊ അതിനെ കൂടി ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് സാർ ചേർത്ത് പറയും. അതായത് ഈ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് രണ്ട് ആർഗ്യുമെന്റ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് അംബേദ്കർ പറഞ്ഞ കമ്മ്യൂണൽ റിസർവേഷൻ. വേറൊരു റിസർവേഷൻ പറഞ്ഞിരുന്നത് അന്നത്തെ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള ഇടതന്മാര് പറഞ്ഞുകൊണ്ടിരുന്നത് സാമ്പത്തിക സംവരണമാണ് അവർ ആവശ്യപ്പെടുന്നത്. അവിടുത്തെ സോഷ്യലിസ്റ്റ് ലോബിയും കോൺഗ്രസിലെ ചില ആൾക്കാരും ആവശ്യപ്പെട്ടിരുന്നത് സാമ്പത്തിക സംവരണമായിരുന്നു. ഈ സാമ്പത്തിക സംവരണത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഇത് ഈ കോഴിക്ക് മുല വരിക എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു അഭ്യാസമായിരുന്നു. ഇന്ന് വരും, നാളെ വരും, നാളത്തെ കഴിഞ്ഞ് വരും എന്നും പറഞ്ഞ് ഇവിടുത്തെ മുന്നോക്കക്കാരിൽപ്പെട്ട പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ ബ്രില്യൻ്റ് ആയിട്ട്. പക്ഷേ നരേന്ദ്രമോദിജി എന്ത് ചെയ്തു? തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ പോലെ 2019 EWS എടുത്തങ്ങ് വീശി. അതോടുകൂടി കോൺഗ്രസ് കുഴപ്പത്തിലായി. കാരണം ഇതിനു വേണ്ടി സമരം ചെയ്തത് ആരാ? ഈ ഇന്ത്യയിൽ EWSന് വേണ്ടി സമരം ചെയ്തത് കേരളത്തിൽ നിന്ന് നായന്മാരും ക്രിസ്ത്യാനികളുമാണ്. ഞാനൊക്കെ ഇതിന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. മുന്നോക്കക്കാരിൽ പിന്നോക്കം. എനിക്ക് രണ്ടിനും അർഹതയില്ല കേട്ടോ. ഞാൻ മുന്നോക്കത്തിൽ പിന്നോക്കവും അല്ല. അതായത് എനിക്ക് സാമ്പത്തിക സംവരണത്തിന് അർഹതയില്ല. കാരണം നമ്മുടെ വരുമാനം അതിൽ കൂടുതൽ കാരണം നമുക്ക് അതിന് അർഹതയില്ല. സംവരണം മുന്നോക്കത്തിൽ മുന്നോക്കമാണ്.
മുന്നോക്കത്തിൽ മുന്നോക്കം. അതുകൊണ്ട് നമുക്ക് ഇതിന് രണ്ടിനും അർഹതയില്ല, നമുക്ക് അതിനകത്ത് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ ഞാനിത് ഇല്ല. ഒബ്സർവ് ചെയ്തതിന്റെ ഒരു കാര്യം, ഈ പല ആൾക്കാരുമായിട്ട് നമ്മൾ സമൂഹത്തിൽ സംവരണ വിരുദ്ധർ, സംവരണം, ജാതി സംവരണം പാടില്ല എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് എന്റെ ജീവിതകാലത്ത് പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പം ജാതി വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജാതി വിവേചനം ഉണ്ട്. അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, പക്ഷെ അത് കുറയുന്നുണ്ട്. ഇപ്പൊ പിന്നോക്ക ജാതിക്കാർക്ക് കോൺഫിഡൻസ് വന്നു, കുറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്. നമ്പർ 1. സാമ്പത്തിക വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാമ്പത്തിക വിവേചനവും ഉണ്ട്. സാമ്പത്തികം ഇല്ലാത്തവർക്ക് പലതും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ രണ്ട് സംവരണവും നീതീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഞാൻ പറയുന്നു, മതസംവരണം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അത് ഒരു കാരണവശാലും 1% പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മതങ്ങൾക്ക് ഈ രാജ്യത്ത് ഒരു വിവേചനം ഇല്ല. മതങ്ങളുടെ പേരിൽ ആരെയും വിവേചനം നടത്തുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു രംഗത്തോ, സ്പോർട്സിലോ സിനിമയിലോ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ എന്തെങ്കിലും വിവേചനം നേരിടുന്നുണ്ടോ? ഒരു വിവേചനവും നേരിടുന്നില്ല. അവർക്ക് പ്രയോറിറ്റിയേ കിട്ടുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് സംവരണം കൊടുക്കുന്നത്? മതപരമായിട്ട് അവർക്ക്, പക്ഷെ അവരിൽ പാവപ്പെട്ടവരുണ്ട്, അവർക്ക് EWS ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ ഈ മതസംവരണത്തിൽ പെടാത്തവർ. പക്ഷെ സാർ, ഈ കേരളത്തിലെ മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വെച്ചുകൊണ്ട് നമുക്ക് ഒരു നാഷണൽ ലെവലിൽ ഒരു 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 ചിത്രം രൂപീകരിക്കാൻ പറ്റുമോ? ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? നീ അതിന്റെ കള്ളത്തരം പറയാം. ഈ മൈനോറിറ്റി വിഭാഗങ്ങളെ ഈ മണ്ഡൽ കമ്മീഷനിലോട്ട് തള്ളിക്കയറ്റുന്നതിൻ്റെ അകത്ത് ഒരു വലിയ റിസർച്ച് ഉണ്ട്. ആ റിസർച്ച് എന്താണെന്ന് ചോദിച്ചാൽ, അൾട്ടിമേറ്റ്ലി ഫോറിൻ മതങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൺവേർഷൻ ആണ്. മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത് ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഈ 3 മതങ്ങളുടെയും, എല്ലാ ഫോറിൻ മതങ്ങളുടെയും ഉദ്ദേശം. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ ബോട്ടിൽ നെക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഈ 100-300 വർഷമായിട്ട് ഇവരെല്ലാരും കൂടെ കിളച്ചിട്ടും ഈ ഹിന്ദുക്കളെ മാറ്റാൻ സാധിക്കുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം മാറ്റാവുന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരൻ പോയി, പിന്നെ മൊത്തം അങ്ങ് മാറ്റാവുന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ അംബേദ്കർ എന്ന് പറയുന്ന ക്രാന്തദർശി ഈ സംവരണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തം മുന്നിൽ കണ്ടു. സംവരണം ഇല്ലായിരുന്നെങ്കിൽ, സപ്പോസ് അംബേദ്കർ തോറ്റു പോകുന്നു, സംവരണം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവിടുത്തെ SC/ST ഫുള്ളായിട്ട് ഈ 3 മതങ്ങളിലോട്ട്, കമ്മ്യൂണിസ്റ്റ് നക്സലോ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റോ മുസ്ലിമോ ആയി മാറി കംപ്ലീറ്റ് അവർ ഓൾറെഡി കൺവേർഷൻ നടന്നു പോയേനെ. അത് കഴിഞ്ഞ് ഇവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ് ഹിന്ദുവും പോയേനെ. എന്ന് വെച്ചാൽ കൺവേർഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഹിന്ദു ഇല്ലാത്ത ഹിന്ദു ഫ്രീ ഇന്ത്യ ആയി മാറിയാണ് അംബേദ്കർ ഇല്ലായിരുന്നെങ്കിൽ. അതും കുറച്ച് മുസ്ലിമും കുറച്ച് ക്രിസ്ത്യാനിയും കുറച്ച് കമ്മ്യൂണിസ്റ്റും, അതായത് ഫോറിൻ മതങ്ങളുടെ ഒരു വിളനിരമായി മാറിയാണ്. ഈ ഒരു ഉരുക്കുകോട്ട പോലെ ഹിന്ദുക്കളെ സംരക്ഷിച്ചത് ഈ സംവരണമാണ്. SC/STക്ക് കിട്ടിയ, ആദ്യം SC/STക്ക് കിട്ടിയ സംവരണവും 92 തുടങ്ങി OBCക്ക് കിട്ടിയ സംവരണവുമാണ് ഇവിടുത്തെ ഹിന്ദുത്വത്തെ കൃത്യമായി നിലനിർത്തിയത്. അപ്പോഴാണ് ഈ ഫോറിൻ മതങ്ങൾ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചത്. പാവപ്പെട്ടവരാണെന്നും പറഞ്ഞ് ഈ മണ്ഡലിന്റെ അകത്തും SC/STക്ക് അകത്തും പുറകെ കൂടെ വന്ന് കയറി ഹിന്ദുക്കളെ അവിടുന്ന് തള്ളി പുറത്താക്കി ഈ സംവരണം അടിച്ചു മാറ്റുക. അതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് കേരളത്തിൽ നടന്നത്. അത് മുസ്ലിം ലീഗാണ് അതിന് നേതൃത്വം നൽകിയത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. EWS 2019 വന്നു. അപ്പൊ EWS 2019 വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ EWSനെതിരെ ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകൾ ഭയങ്കര കേസിന് പോകുന്നു. ഇവിടെ എല്ലാം ഇപ്പൊ മറിച്ചിടും എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പം കോടതി പോയിരിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരം ലത്തീൻ രൂപതയാണ് കോടതിയിൽ പോയിരിക്കുന്നത്. സൂസൈഡ് വാക്യം നെറ്റോ. ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോയാൽ സെന്റ് ജോസഫിലും വെട്ടുകാടും കുർബാന കാണുന്നവനാന്ന് വിചാരിക്കണം. ലത്തീൻ പള്ളിയില് ഞങ്ങളുടെ പള്ളി ഉണ്ട് അവിടെ, അത് ലൂർദ. അത് ആ വഴിക്ക് കാറിന് പോയാൽ മാത്രമേ ഞാൻ അവിടെ കുർബാന കാണത്തുള്ളൂ. ട്രെയിനോ ബസ്സിനോ എയറോപ്ലെയിനോ പോകുന്നുണ്ടെങ്കിൽ പാളയത്താ കുർബാന കാണുന്നത്. നമ്മളാകെ ഞെട്ടിപ്പോയി. ഇതെന്താ കർത്താവ്, നമ്മുടെ കൂടെയുള്ളത് നമുക്ക് ഏരിയ. അതായത് ഇവർക്കൊരു നഷ്ടവും വരുന്നില്ല. ഈ മണ്ഡൽ കമ്മീഷൻ അനധികൃതമായിട്ട് ആസ്വദിക്കുന്ന ഇവർക്ക് ഈ EWSൽ സുറിയാനി പാവപ്പെട്ടവന് അല്ലെ നായർ കഞ്ഞിക്കില്ലാത്ത ഒരു നായർക്കോ ഒരു ജോലിയോ സംവരണമോ കിട്ടുന്നതിൽ ലത്തീൻകാരന് ഒരു നഷ്ടവും വരുന്നില്ല. പക്ഷേ അവനാണ് ആദ്യം കേസിന് പോയത്. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞ ശരി. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞ ശരി. ഇതുകൊണ്ടാണ്, കാരണം ഇത് പുറകിൽ നിന്ന് തള്ളിയത് ലീഗും കുഞ്ഞാലിയൊക്കെയാണ് തള്ളിയത്. അവരും പോയിട്ടുണ്ട് കേസിന്. 80-20 കയറി അവരും കേസിന് പോയിട്ടുണ്ട്. ഇതാണ് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ അടയാളപ്പെടുത്തിയ കാര്യം. കാരണം പലരും ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പലരും പിന്നോക്കമാണെന്നും പറഞ്ഞ് ഈ 10-60 വർഷം ഈഴവന്റെയും ഹിന്ദു പിന്നോക്കത്തിന്റെയും തോളിൽ കൈയിട്ട് നിന്നെങ്കിലും
ആ തോളിൽ കൈയിട്ട് നിന്ന മുസ്ലിമും ഈ ലത്തീനും ഉദ്ദേശം ഈഴവനെയോ ഹിന്ദു പിന്നോക്കത്തെ നന്നാക്കുകയല്ലായിരുന്നു, സ്വയം പിന്നോക്കമാണെന്ന് പറഞ്ഞ് ഈഴവനും ഹിന്ദു പിന്നോക്കത്തിനും കിട്ടുന്ന ആനുകൂല്യം സ്കോളർഷിപ്പും അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അത് വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി, ക്ലിയർ ആണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇനി തുറക്കാൻ പോകുന്ന ഒരു പുതിയ സമരമുഖം നമുക്ക് മുൻകൂട്ടി കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ ജാതി സംവരണം ഹിന്ദു ജനവിഭാഗത്തിന്, ഹിന്ദു സമൂഹത്തിന് മാത്രമായിരിക്കും. മറ്റു സമുദായങ്ങൾക്കാകെ നമ്മൾ ഓഫർ ചെയ്യുന്നത് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ സാർ സംഭവിക്കാൻ പോകുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ കേരളത്തിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ചേർന്ന് പടുത്തുയർത്തിയ ഒരു വലിയ പിന്നോക്ക സമുദായ, പിന്നോക്ക ജാതി ഒരു ഐക്യവേദി ഉണ്ട്. അതിനകത്ത് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് ഒരുപക്ഷെ നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്ന ഒരു നിലപാട് കേരളത്തിൽ വളരെ വൈകിയാണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ കൂടി പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ നേതൃത്വത്തിന് ഈ സാമുദായിക സംവരണത്തിന് വേണ്ടിയുള്ള വലിയ കോലാഹലങ്ങളിലേക്കും കലാപങ്ങളിലേക്കും പോകേണ്ടി വരില്ലേ? ഒരു ക്രിസ്ത്യാനി ഇറങ്ങത്തില്ല. ഈഴവർക്കും ഹിന്ദുക്കൾക്കും സംവരണം കിട്ടുന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമല്ലേ ഉള്ളൂ. വെള്ളാപ്പള്ളിയല്ലേ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പോയി ഈ സമസ്തയെയോ അല്ലെങ്കിൽ ലീഗിനെയോ പിന്തുണച്ചോണ്ട് ഞങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? എവനേലും പോകുമോ? ഒരു കാര്യമില്ല. ഇതിന്റെ ഞാൻ ഒരു കാര്യം പറയാം. ഇത് 10 പ്രമാണത്തിൽ പറയുന്നുണ്ട്, അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുതെന്നാണ് പറയുന്നത്. ഇത് നിയമപരമായിട്ടും സത്യസന്ധമായിട്ടും അംബേദ്കറും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കളും ഹിന്ദു SC/ST മണ്ഡല ഹിന്ദു OBCക്ക് മാത്രം കൊടുത്ത സാധനമാണ്. അതിൻ്റെ അകത്ത് എത്ര ഞാൻ പയ്യെ കൂട്ടുകൂടി ചെന്ന് ഈഴവരുടെയൊക്കെ തോളെ കൈയിട്ട് അവരുടെ സംവരണം അടിച്ചു മാറ്റാൻ എനിക്കോ നിങ്ങൾക്കോ വേറെ ആർക്കോ അധികാരമില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റാണ്. അത് ലത്തീൻ ചെയ്താലും മുസ്ലിം ചെയ്താലും ആര് ചെയ്താലും തെറ്റാണ്. സ്റ്റാൻലി സാർ പറയുന്ന ഇത്ര ധീരമായ കൃത്യമായ നിലപാട് പക്ഷേ നമ്മുടെ സഭാ മേധാവികളായ തിരുമേനിമാർക്ക് പറയാൻ പറ്റുമോ സാർ സമീപ ഭാവിയിൽ? സഭാ മേധാവികളും NSSും ഇക്കാര്യത്തിൽ ഒറ്റ പേജിലാണ്. അത് നിങ്ങൾ വരുമ്പം കണ്ടു. കാരണം ഇത് കൃത്യമായിട്ട് നമ്മളെക്കാട്ടിലൊക്കെ 1000 ഇരട്ടി ബുദ്ധിയുള്ളവനാണ് അംബേദ്കർ. നമ്മളൊക്കെ 10 ജന്മം എടുത്താൽ അത്രയും ചെല്ലുകയില്ല. അതായത് ഒരു 500-1000 വർഷങ്ങൾക്ക് ശേഷം നടക്കാനുള്ള കാര്യങ്ങൾ മുമ്പിൽ കണ്ട പരിപാടിയാണ് പുള്ളി കളിച്ചു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്. അത് ഇവരാരും അഴിച്ചാൽ അഴിയത്തില്ല, നൂലുണ്ട അഴിക്കുന്ന പോലെ ഇരിക്കും. അതായത് അംബേദ്കറുടെ അതായത് നമ്മള് 8ാം ക്ലാസ്സിൽ അംബേദ്കറെ പറ്റി പഠിക്കാൻ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു പാഠമുണ്ട്. തേച്ചു മിനുക്കിയാൽ കാന്തിയും സൂര്യവും വെച്ചിടും കല്ലുകൾ ഭാരതാംബെ എന്ന് പറഞ്ഞ കുമാരനാശാന്റെ ഉണ്ട്. അപ്പൊ ഇതില് ഈ അംബേദ്കർ ചെയ്ത ഈ കാര്യമാണ് ഇന്ന് ഇന്ത്യയെ നിലനിർത്തുന്നത്. ഇന്ന് ഇന്ത്യയായിട്ട് നിലനിർത്തുന്നത് അംബേദ്കറുടെ ബുദ്ധിയാണ്, അംബേദ്കറുടെ ഭരണഘടനയാണ്, അംബേദ്കറുടെ ബുദ്ധിയാണ്. ഇതിനകത്ത് ഒരു കള്ളത്തരം കൂടെ ഞാൻ പറയാം. അതായത് ഇവര് ഒറ്റ കള്ളത്തരം കൂടി ഇവർ കാണിച്ചു. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് 400 കിട്ടിയാൽ സംവരണം പോകുമെന്നും പറഞ്ഞ് ഒരു വലിയ വ്യാജ പ്രചാരണം നടത്തി ഈ രാഹുൽ ഗാന്ധിയും ഇന്ത്യ അലയൻസും കക്ഷികളെല്ലാം കൂടെ. അപ്പൊ ഇവിടെ എല്ലായിടത്തും വോട്ട് പിടിക്കാൻ വരുന്ന ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ചും ഈ കോൺഗ്രസിന്റെ കൂടെ വരുന്ന വോട്ട് പിടിക്കാൻ വീട് കയറാൻ വരുന്ന ഒരു മെജോറിറ്റി മുസ്ലിം മതത്തിൽപ്പെട്ടവരായിരിക്കും. നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഈ ബീഫ് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ പോലെ ഒറ്റ കരച്ചിലാണ്. പിന്നോക്കക്കാരെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ നിങ്ങളുടെ സംവരണം BJP എടുത്തു കളയുന്നു. എന്നോട് ഇത് പല BJPയിലുള്ള പിന്നോക്ക ആൾക്കാരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു ചോദിക്കുക, കാശ്മീരിൽ എന്തുകൊണ്ട് സംവരണം ഇല്ലായിരുന്നു, 300 പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നിങ്ങൾക്ക് കിട്ടിയതല്ലേ, അവിടുത്തെ സംവരണം എന്തിയെ, കാശ്മീരിലെ സംവരണം എന്തിയെ, എന്തുകൊണ്ട് കേരളത്തിലെ 27% സംവരണത്തിൽ നിങ്ങൾ എങ്ങനെ കയറിപ്പറ്റിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. അത് ചോദിച്ചിടത്തൊക്കെ കോൺഗ്രസ്സുകാർ ന്യൂട്രൽ പുറകെ കൂടി അങ്ങ് മുങ്ങി. ഉത്തരമില്ല. സന്തോഷമുണ്ട് സാർ. തീർച്ചയായിട്ടും ഈ ചർച്ച തുടരാം സാർ. നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു ചിത്രം ക്ലിയർ ആയി വരുന്നു എന്ന് തോന്നുന്നു. കേരളത്തില് ഇനി ഒരു പക്ഷേ മാസ് ബേസ് വർദ്ധിപ്പിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ SNDP യോഗം ഉൾപ്പെടെയുള്ള ഈഴവ സമുദായം മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അല്ല, ഈഴവ സമുദായം ഓൾറെഡി നാഷണലിസ്റ്റ് ആണ്. അതൊന്നുമില്ല. അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 5-8 വർഷം തെറ്റിദ്ധരിപ്പിച്ചു, കൂടെ കൊണ്ടു നടന്നു. അവർക്ക് കൊതിയും മതിയും തീർന്നു.
ഏകദേശം അത് അവർ അതുകൊണ്ട് ഇനി കൃത്യമായ ഒരു നിലപാടിലേക്ക് അവർ വരുന്നു. അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളിയെയും SNDP യോഗം പ്രവർത്തകരെയും ഹിന്ദു പിന്നോക്ക പ്രവർത്തകരെയും ദേശീയതയിലേക്ക് വലിയ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഈ ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് മൻമോഹൻ സിംഗിന് ഒരു മറുപടി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. മൻമോഹൻ സിംഗ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളുടെ ഫസ്റ്റ് അവകാശി മുസ്ലിം ആണെന്നാണ്, ഇവിടുത്തെ മൈനോറിറ്റീസ് പർട്ടിക്കുലർലി മുസ്ലിംസ് എന്നാണ് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞത്. ഇപ്പോഴും അത് പാർലമെന്റിലുണ്ട്. പക്ഷേ അംബേദ്കർ പറഞ്ഞത് അങ്ങനെയല്ല. ഇവിടുത്തെ ഫസ്റ്റ് റൈറ്റ് ഇവിടുത്തെ SC/STക്കാണ്. അത് കഴിഞ്ഞ് മണ്ഡൽ പറഞ്ഞത് അതിന്റെ സെക്കൻഡ് റൈറ്റ് ഹിന്ദു OBCക്കാണ്, പിന്നോക്കക്കാർക്കാണ്. ഇതാണ് സത്യം. ഇത് കൃത്യമായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്ന നാളുകളാണ് മുമ്പിലുള്ളത്. ഇന്ത്യ ദേശീയത്തിൽ എല്ലാ സ്റ്റേറ്റിലും അത് അംഗീകരിക്കേണ്ടി വരും. കാരണം സുപ്രീം കോടതി ഈ കേരളത്തിലെ പോലത്തെ മുസ്ലിം സംവരണം മറ്റ് സ്റ്റേറ്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള UPA മാഫിയയുടെയും ഇന്ത്യ അലയൻസിന്റെയും കോൺഗ്രസിന്റെയും ശ്രമങ്ങൾക്ക് വിവിധ ഹൈക്കോടതികൾ ഓൾറെഡി തടയിട്ട് കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിൽ ഒരു വാക്കുകൂടി സാർ ചേർത്ത് പറയണം. ഇങ്ങനെ ഒരു ഹിന്ദു ഫോൾഡിലേക്ക്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ അംബ്രല്ലയുടെ ചുവട്ടിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലെ വലിയൊരു നേതാവും വലിയൊരു സമുദായവും കടന്നു വരുമ്പോൾ പ്രഖ്യാതമായ ഒരു വാദമുണ്ട്. NSSന്റെ വളരെ വളരെ ചരിത്രപരമായ ഒരു വാദമാണ്. അത് സമദൂര സിദ്ധാന്തമാണ്. സുകുമാരൻ നായരുടെ സമദൂര സിദ്ധാന്തത്തിന് ഹിന്ദുത്വ ശക്തികൾ കേരളത്തിൽ പ്രബലമായ ഒരു ശക്തിയായി വരുന്ന മുറയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് BJPയോ NDA പ്രതീക്ഷിക്കുന്നുണ്ടോ സർ? അല്ല, ഓരോ ജാതികൾക്കോ മതങ്ങൾക്കോ പല പല താല്പര്യങ്ങളും ഇൻട്രസ്റ്റും കാണും. പക്ഷെ ജനങ്ങള് ദേശീയതയിൽ നിന്നാൽ മാത്രം മതി. ഇപ്പൊ ഒരു എന്താണ് ജാതി നേതാവോ ഒരു ബിഷപ്പോ ഒന്നും ഇലക്ഷനിൽ പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും എടുക്കേണ്ടതില്ല. ജനങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്താൽ ഉദ്ദേശിക്കുന്ന ആൾ ജയിക്കും. ഇപ്പൊ തൃശ്ശൂർ കണ്ടു, ഏതെങ്കിലും ഇടയലേനോ ഇറക്കിയോ, ഏതെങ്കിലും ബിഷപ്പ് പ്രചരണത്തിന് ഇറങ്ങിയോ, ഒന്നും ചെയ്തില്ല. പക്ഷെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികള് പോയി താമരയിൽ ഞെക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഈ പോളിംഗ് ഓഫീസർ ബീപ്പ് വന്നിട്ടും താമരയിൽ ഇങ്ങനെ ക്രിസ്ത്യാനികൾ അവിടെ ഞെക്കി പിടിച്ചിരിക്കുക. ഒരു വോട്ട് കൂടെ വീണ, അല്ലെ വോട്ട് വീണു, താമരയ്ക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൈവിരൽ അവിടുന്ന് എടുത്തത്. ആ അവസ്ഥയിലായിരുന്നു അവിടെ വോട്ടിങ്. അതായത് വികാരപരമായ വോട്ടിംഗ് ആണ് തൃശ്ശൂര് ക്രിസ്ത്യാനികൾ നടത്തിയത്. ഏതെങ്കിലും എത്ര പറഞ്ഞിട്ടാണോ, അച്ഛൻ പറഞ്ഞിട്ടാണോ? അല്ല. ഈഴവർക്കും നായന്മാർക്കും അല്ലെങ്കിൽ ഹിന്ദു പിന്നോക്കത്തിനും മുന്നോക്കത്തിനും ഓൾറെഡി ട്യൂബിലെ അവർക്ക് വിവരം വെച്ചു. പണ്ടൊക്കെ നമ്മുടെ ഇതില് കോമൺ ആയിട്ട് ഫേസ്ബുക്കിൽ വരുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഹിന്ദു ഉണർന്നാൽ എന്ത് സംഭവിക്കും. അപ്പൊ അതിന്റെ അടിയിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ വന്നോ അല്ലെ കോൺഗ്രസ്സുകാരൻ വന്നതും എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 8 വർഷമായിട്ട് അത് കാണുന്നില്ല. എന്താ സംഭവിച്ചത്? ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ അത് ഉണർന്നു കഴിഞ്ഞു. മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങുക അല്ല ചെയ്യുന്നത്. വീട് ആക്രമിക്കാൻ വരുന്നവനെ എതിരിടാം, ഉറക്കം തെളിയുന്നവനെ വീട് മോട്ടിക്കാൻ വരുന്നവനെ കയറി പിടിച്ച് പൂട്ടു എന്നുള്ള കാര്യം ഇപ്പം കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ആ നെഗറ്റീവ് കമന്റ് ഫേസ്ബുക്കിൽ ഇല്ലാത്തത്. ഇപ്പൊ വെള്ളാപ്പള്ളിയും ഉണർന്നു. അത്രേ ഉള്ളൂ. സാറിനോട് ഇത്തരം വിഷയങ്ങൾ ഇനിയും നമ്മൾ ചർച്ച തുടരും. വെള്ളാപ്പള്ളിയെ ഭീഷണിപ്പെടുത്താനും ചവിട്ടിയിരുത്താനും ഞെക്കിയിരുത്താനും കേരളത്തിലെ മുസ്ലിം സംഘടനകളും നേതാക്കന്മാരും ശ്രമിക്കുന്നത് അപലപനീയമാണ്. അതിനെ തടയേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്, പോലീസിനുണ്ട്, മീഡിയയ്ക്കുണ്ട്. അല്ലാണ്ട് ഈ മുസ്ലിം സംഘടനകൾ നടത്തുന്ന ഭീഷണിയും വിരട്ടലും വിലപേശലും ഒക്കെ വലിയ മുഴുപ്പിൽ പബ്ലിഷ് ചെയ്യുന്ന കേരളത്തിലെ മീഡിയ ആണ് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ജോസഫ് സാറിന്റെ കാര്യത്തിലും കേരളത്തിലെ മീഡിയയും പോലീസും രാഷ്ട്രീയക്കാരും ഇതേ തെറ്റാണ് ചെയ്തത്. മുസ്ലിം സംഘടനകളുടെ വിരട്ടല്, താലിബാൻ ഐസിസ് സ്റ്റൈലിലുള്ള ലാംഗ്വേജുകള്, ബോഡി ലാംഗ്വേജുകള്, അത് ഭയങ്കര അപകടകരമാണ്. അവല് മലര് കുന്തിരിക്കുമാണ് അവർ പറയുന്നത്. അത് വെള്ളാപ്പള്ളിയോട് ആയതുകൊണ്ട് ഇച്ചിരി മര്യാദയ്ക്കാന്ന് മാത്രം. പാലാവിഷപ്പിനോട് ഈ ലാംഗ്വേജിലൊന്നും അല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ എല്ലാ ഇന്റർവ്യൂ കണ്ടു. അതിൻ്റെ അകത്തൊരു വലിയ അപകടമുണ്ട്. ഞങ്ങളുടെ താലിബാൻ ഭരണം കൂടെ വന്നു, ഐസിസ് ഭരണം വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും വലിയ ഇതൊക്കെ ഇറക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അത് വലിയ അപകടകരമാണ്. അങ്ങനെ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്യുന്നതും അപകടകരമാണ്. അവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള തന്റെ ഇടം കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോലീസും മീഡിയയും ഒക്കെ കാണിക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് എവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. വെള്ളാപ്പള്ളിക്ക് നേരെ വന്നാൽ ഇനി അങ്ങോട്ട് നേരിടാൻ വെള്ളാപ്പള്ളി മാത്രമാകില്ല, ഒരു പുതിയ ഇന്ത്യ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും എന്ന് പറഞ്ഞ് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിച്ചാലോ സാർ? തീർച്ചയായിട്ടും. വെള്ളാപ്പള്ളിക്കും ഇഴവ സമൂഹത്തിനും SNDPക്കും 100% പിന്തുണ കൊടുത്തോണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നത്. അവർക്ക് പിന്തുണ കൊടുക്കണമെന്നുള്ളതാണ്.
കാരണം അംബേദ്കറിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണ്, ശ്രീനാരായണ ഗുരുവിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണത്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിന് നമ്മൾ നന്ദി പറയുന്നു. നന്ദി സർ. വീണ്ടും നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഇനിയും ചർച്ച തുടരും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.